ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഹിന്ദിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഹിന്ദിയിലെ ഫസ്റ്റത്തെ യൂണിറ്റ്, നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ് എന്താണ്? പേരറിയില്ലേ? ഫസ്റ്റത്തെ യൂണിറ്റിന്റെ പേരെന്താ? ദുലാരെ പൽ അല്ലെ? നമ്മുടെ ഇക്കായ് ഏക് ദുലാരെ പൽ ആണ്. അല്ലെ 3 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്, 3 ഭാഗങ്ങളുണ്ട്. ദു ബാഗായ് എന്നുള്ളൊരു കവിതയും ടോമി ഓർമ എന്നുള്ളൊരു കഹാനിയും അതുപോലെ പില്ല എന്നുള്ളൊരു കവിതയും. ഈ 3 പാഠങ്ങളാണ് നമ്മുടെ ഇക്കായ് ഏക്കിലുള്ളത്. അല്ലെ ദു ബാഗായി അതുപോലെ ടോമി ഓർമ ഈ 2 ചാപ്റ്റേഴ്സിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാം. എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവസാനത്തെ പാഠം പില്ലയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. പില്ല എന്നുള്ളത് ഒരു കവിതയാണ്. ഓക്കെ, കവിതയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? സഫ്ദർ ഹാഷ്മിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കവിതയാണ് കേട്ടോ, പില്ല എന്നുള്ളൊരു കവിതയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് പേജ് അല്ലേ? നമ്മുടെ 3ാമത്തെ പാഠം പില്ല. എഴുതിയിരിക്കുന്നത് ആരാ? സഫ്ദർ ഹാഷ്മിയാണ്. നോക്കൂ, എന്താ ചിത്രത്തിൽ കാണുന്നത്? എന്താണ്? ഒരു കുട്ടിയുണ്ട്, അതേപോലെ കുട്ടി ഒരു നായക്കുട്ടിയുമായിട്ട് കളിക്കുകയാണ് അല്ലേ? അപ്പൊ അത് തന്നെയാണ് പേരും, അത് തന്നെയാണ് പില്ല. പില്ല എന്ന് വെച്ചാൽ അർത്ഥം എന്താ? പില്ല എന്ന് വെച്ചാൽ പട്ടിക്കുഞ്ഞ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ പപ്പി. ഇംഗ്ലീഷിൽ നമ്മൾ പപ്പി എന്ന് പറയും. ഓക്കെ, അപ്പൊ പപ്പീനെ നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് പില്ല എന്നാണ് പറയുക. അപ്പൊ ഒരു പില്ല നമ്മുടെ ഒരു ചെറിയൊരു പപ്പിയുടെ ഒരു കവിതയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോമി ഓർമയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ നീതു പറഞ്ഞൊരു കുട്ടിക്ക് ഒരു പപ്പീനെ കിട്ടി, ആ ടോമി എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പാഠം പഠിച്ചില്ലേ തൊട്ട് മുമ്പുള്ള ചാപ്റ്റർ ടോമി ഓർമയില്. അപ്പൊ അതിന് തുടർച്ചയായിട്ട് തന്നെയാണ് ഈ കവിതയും. അപ്പൊ ഈ കവിതയിലും ആ നീതുവിനെ കുറിച്ചിട്ടും അതുപോലെ നീതുവിന്റെ പപ്പിയെ കുറിച്ചിട്ട് തന്നെയാണ് കവിതയിൽ പറയുന്നത്. അപ്പൊ ആദ്യം നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. പില്ല. नीदू का था पिल्ला एक, बदन पे उसके रोए अनेक, छोटी टांगे लंबी पूछ, पूरी ताड़ी काली मूछ, मक्की से वह लड़ता था, गड़े गड़े गिर पड़ता था. അപ്പൊ എന്താ പറയുന്നത്? ഇതാണ് നമ്മുടെ കവിത. അപ്പൊ ഇതില് എന്താ നമുക്ക് അർത്ഥം നോക്കാം. നീതു ഖാത്ത പില്ല ഏക്. നീതുവിന് ഒരു എന്തുണ്ട്? പില്ലയുണ്ട് അല്ലെ? പില്ല എന്ന് വെച്ചാൽ ഒരു പട്ടിക്കുഞ്ഞ്, ഒരു പപ്പി ഉണ്ട്. പദൻ പേ ഉസ്കെ റൂയെ അനേക്. പദൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഏക്ക് എന്ന് വെച്ചാൽ എല്ലാ കൂട്ടർക്കും അറിയില്ലേ? ഏക്ക് എന്ന് വെച്ചാൽ എന്താ? ഒന്ന്. വണ്ണിന് നമ്മൾ ഹിന്ദിയിൽ ഏക്ക് എന്ന് പറയും. ഇപ്പൊ ഒരു പട്ടിക്കുഞ്ഞുണ്ട്, ഒരു പപ്പി ഉണ്ട് നീതുവിന്. അപ്പൊ പട്ടിക്കുഞ്ഞ് കാണാൻ എങ്ങനെയാണ്? പദൻ പേ ഉസ്കെ റൂയെ അനേക്. പദൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? പദൻ പേ എന്ന് വെച്ചാൽ ശരീരത്തിൽ. ആരുടെ ശരീരത്തിൽ? ആ പപ്പിയുടെ ശരീരത്തില്. റൂയെ ഉസ്കെ റൂയെ അനേക്. എന്താ റൂയെ എന്ന് വെച്ചാൽ? ഉസ്കെ പറഞ്ഞാൽ അവന്റെ. റൂയെ എന്ന് വെച്ചാൽ രോമങ്ങളെയാണ് നമ്മൾ റൂയെ എന്ന് പറയാ. അനേക് എന്ന് വെച്ചാൽ നിറയെ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? പദൻ പേ ഉസ്കെ റൂയെ അനേക് എന്ന് വെച്ചാൽ അവന്റെ ശരീരത്തിൽ, എന്ന് വെച്ചാൽ പപ്പിയുടെ ശരീരത്തിൽ നിറയെ രോമങ്ങളുണ്ട്. നമ്മൾ നിറയെ ഈ ചിത്രത്തിൽ കാണുന്നില്ലേ? പപ്പിയെ കാണുന്നില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പപ്പിയാണ്, നിറയെ രോമങ്ങളുള്ള പപ്പിയാണ്, പട്ടിക്കുട്ടിയാണ്. അടുത്ത ലൈൻ, ചോട്ടി ടാങ്കെ ലംബി പൂച്ച്. ചോട്ടി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എന്താ ചോട്ടിന്റെ അർത്ഥം എന്താ? ചോട്ടി എന്ന് വെച്ചാൽ ചെറുത്, ചെറിയ എന്ന അർത്ഥമാണ്. ചെറിയ അല്ലെങ്കിൽ ചെറുത് എന്ന അർത്ഥമാണ് ചോട്ടി എന്ന് പറഞ്ഞാൽ. ടാങ്കി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ടാങ്കി എന്ന് വെച്ചാല് എന്താണ്? കാലുകൾ. നമ്മൾ പട്ടിക്കുട്ടിയുടെ കാലുകൾ എങ്ങനെയായിരിക്കും? നല്ല നീളമുള്ള കാലുകളായിരിക്കും. അതായത് നല്ല ജിറാഫിന്റെ ഒക്കെ കാലുകൾ പോലെ ആയിരിക്കും, അല്ലെ? കുഞ്ഞു കാലുകൾ. അതും പപ്പിയുടെ പറയുമ്പോൾ നമ്മൾ ഡോഗ്സിനെ പോലെ ആയിരിക്കില്ല. ഡോഗ്സ് വളരെ കുഞ്ഞു കാലുകളായിരിക്കും അല്ലെ? പപ്പി വളർന്നു കഴിയുമ്പോഴല്ലേ ഡോഗൊക്കെ ആവുക. അപ്പോൾ വളരെ കുഞ്ഞു കാലുകളാണ്. ചോട്ടി ടാങ്കെ എന്ന് വെച്ചാൽ ചെറിയ കാലുകളാണ്. ലംബി പൂച്ച്. ലംബി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ലംബി വെച്ചാൽ നീളമുള്ള, നല്ല നീളമുള്ള എന്തുണ്ട്? പൂച്ച് എന്ന് വെച്ചാൽ വാല്, നല്ല നീളമുള്ള വാലാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നീതുവിന്റെ പപ്പി എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ മനസ്സിൽ കാണുന്നില്ലേ? എങ്ങനെയാ ഒരു ഇമേജ് നമുക്ക് വരുന്നുണ്ട്. നിറയെ രോമങ്ങളൊക്കെ ഉള്ള ചിത്രത്തിൽ കാണുന്നുണ്ടോ? നല്ല വെള്ള രോമങ്ങളാണ് കേട്ടോ. നല്ല വെള്ള രോമങ്ങളൊക്കെ ഉള്ള കുഞ്ഞിക്കാലും അതുപോലെ നല്ല നീളം വാലൊക്കെ ഉള്ള പപ്പിയാണ്. പൂച്ച് എന്ന് വെച്ചാൽ വാല്, ടെയില് അല്ലെ? പപ്പിയുടെ ടെയിലിനെ കുറിച്ചാണ് പറയണത്. ലംബി പൂച്ച്. പൂരി താടി. പൂരി എന്ന് വെച്ചാൽ കളറാണ് കേട്ടോ, നിറമാണ്, തവിട്ട് നിറം. പൂരി താടി എന്ന് വെച്ചാൽ എന്താ? താടി, അത് താടി തന്നെയാണ്. അതായത് ഈ പപ്പിക്കുട്ടിയുടെ താടി രോമം, ഈ താഴ്ഭാഗത്തുള്ള താടി രോമം തവിട്ട് നിറമാണ്, കാണാൻ തവിട്ട് നിറമാണ്. കാലി
മൂച്ച്. ഖാലി എന്ന് വെച്ചാൽ കറുപ്പ് നിറം. ഖാലി എന്ന് വെച്ചാൽ കറുപ്പ് നിറമാണ്. കറുത്ത എന്നർത്ഥം. മൂച്ച് എന്ന് വെച്ചാൽ മീശ. പപ്പിക്കുട്ടിയുടെ മീശ എങ്ങനെയാണ്? നല്ല കറുത്ത മീശയാണ്. പിന്നെ മക്കി സേ വഹ് ലടുത്താത്ത. മക്കി എന്ന് വെച്ചാൽ ഈച്ച. മക്കി സേ വഹ് ലടുത്താത്ത. അപ്പൊ എന്ത് ചെയ്യും? ലടുത്താത്ത എന്ന് വെച്ചാൽ പൊരുതുമായിരുന്നു വെച്ചാൽ ഈച്ചകളെയൊക്കെ പിടിക്കാൻ വേണ്ടി ഈച്ച പുറകെയൊക്കെ ഓടും. ഈച്ചകളെ പിടിക്കാൻ വേണ്ടി ഓടില്ലേ, അതാണ് ഇവിടെ പറയണത്. മക്കി സേ വഹ് ലടുത്താത്ത. ഈച്ചകൾ വരുമ്പോ അതുമായിട്ട് ഇങ്ങനെ പൊരുതുന്ന വെച്ചാൽ അതിങ്ങനെ അതിനെ പിടിക്കാനൊക്കെ നോക്കും. ഘടേ ഘടേ ഗിർ പടുത്താത്ത. ഘടേ ഘടേ എന്ന് വെച്ചാൽ എഴുന്നേൽക്കുമ്പോൾ. ഗിർ പടുത്താത്ത എന്ന് വെച്ചാൽ എന്താ? വീഴുമായിരുന്നു എന്ന് വെച്ചാൽ വളരെ കുഞ്ഞി പപ്പിയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുന്നേറ്റൊക്കെ നിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വീഴുമായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ പാഠത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ നമുക്ക് വായിച്ചു നോക്കാം. നീതു ഖാത്ത പില്ല ഏക് ബദൻ പേ ഉസ്കെ റൂയെ അനേക് छोटी टांगे लंबी पूछ पूरी ताड़ी काली मूछ मक्की से वह लड़ता था गड़े गड़े गिर पड़ता था. നീതുവിന് ഒരു പപ്പിയുണ്ട്, ഒരു പട്ടിക്കുഞ്ഞുണ്ട്. അവന്റെ ശരീരത്തിൽ നിറയെ രോമങ്ങളുണ്ട്. കാലുകൾ ചെറിയ കുഞ്ഞു കാലുകളാണ്. നീളമുള്ള വാലുണ്ട്. പിന്നെ തവിട്ട് നിറത്തിലുള്ള താടിയുണ്ട്. താടി രോമങ്ങൾ തവിട്ട് നിറമാണ്. കറുത്ത മീശയുണ്ട്. അവൻ ഈച്ചകളെ പിടിക്കാൻ വേണ്ടി ഈച്ചകളുമായിട്ട് എന്ത് ചെയ്യും? വഴക്കുണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പൊരുതുമായിരുന്നു വെച്ചാൽ അടി കൂടും, അല്ലെങ്കിൽ ഈച്ചകളെ പിടിക്കാനൊക്കെ നോക്കും. ഗഡേ ഗഡേ ഗിർ പടുത്താത്ത. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ വീഴുമായിരുന്നു. അപ്പൊ നമ്മുടെ നീതുവിന്റെ പപ്പി എങ്ങനെയാണ്, കാണാൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ പില്ല എന്നുള്ള കവിതയിൽ പറയുന്നതും. അപ്പൊ എല്ലാ കൂട്ടർക്കും കവിതയുടെ അർത്ഥം മനസ്സിലായില്ലേ? ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹം ബി ചോടി. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മുടെ എന്താണ് നീതുവിന്റെ പപ്പി ഇവിടെ ഇവിടെ പില്ല ഇവിടെ പില്ല ഓരോന്ന് എന്തൊക്കെയാ ചെയ്യുന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചിത്രത്തിൽ നോക്കൂ, എന്താണ് ഈ പില്ല ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? അതെ, എന്തോ കഴിക്കുകയാണ് അല്ലെ. ക്യാ ഗാന പസന്ത് താ. അപ്പൊ നമ്മള് എന്താണ് നമ്മുടെ ടോമി ഓർമ്മയിൽ പറയുന്നുണ്ട്. ടോമി ഓർമ്മ എന്നുള്ള പാഠം എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയുണ്ടല്ലോ, എല്ലാരും വായിച്ച പാഠമല്ലേ. അപ്പൊ അതിലെ ചോദ്യോത്തരങ്ങളാണ് കേട്ടോ. അതായത് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പൊ ക്യാ ഗാന പസന്ത് എന്ന് വെച്ചാൽ നമ്മുടെ ടോമി ഓർമ്മയില് ടോമി എന്ന് വെച്ചാൽ നീതുവിന്റെ പപ്പിയുടെ പേരാണ് കേട്ടോ. അപ്പൊ ടോമിക്ക് എന്ത് കഴിക്കാനായിരുന്നു ഇഷ്ടം? എന്തായിരുന്നു? ഗാന എന്ന് വെച്ചാൽ ഭക്ഷണം. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ എന്തായിരുന്നു? പസന്ത് പറഞ്ഞ ഇഷ്ടം. എന്ത് കഴിക്കാനായിരുന്നു എന്താണ് നമ്മുടെ നീതുവിന്റെ പപ്പിക്ക് ഇഷ്ടം? എന്തായിരുന്നു? ക്യാ ഗാന പസന്ത് താ എന്തായിരുന്നു? ചായക്ക് സാത്ത് ബിസ്കുട്ട് ഗാന ബഹുത്ത് പസന്ത് താ. ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാനായിരുന്നു ആർക്കിഷ്ടം? ടോമിക്ക് ഇഷ്ടം. ചായക്ക് സാത്ത് ബിസ്കുട്ട് ഗാന ബഹുത്ത് പസന്ത് താ. അതിലെ വരിയുണ്ട്, നമ്മൾ ടോമി ഓർമ്മയിൽ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അതിൽ പാഠം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്ത് കഴിക്കാനായിരുന്നു ആ പപ്പിക്ക് ഇഷ്ടം എന്നുള്ളത്. പിന്നെ ഇവിടെ എന്താ ചിത്രത്തിൽ കാണുന്നത്? കിസ്കെ നീച്ചെ സോത്താത്ത. സോത്ത എന്ന് വെച്ചാൽ ഉറങ്ങുക. ഓക്കെ, അപ്പൊ എന്തിന്റെ താഴെ? നീച്ചെ എന്ന് വെച്ചാൽ താഴെ. എന്തിന്റെ താഴെ കിടന്ന് ഉറങ്ങാനാ? എന്തിന്റെ താഴെ? കിസ്കെ നീച്ചെ സോത്താത്ത. എന്തിന്റെ താഴെയാണ് ഉറങ്ങുന്നത്? എന്തിന്റെ താഴെയാണ് ഉറങ്ങുന്നത്? ചിത്രത്തിൽ കാണുമ്പോൾ മനസ്സിലാൻ വേണ്ടി ഇത് എന്ത് സാധനം? ഫാൻ ആണ് അല്ലെ. ഫാൻ എന്താ ഹിന്ദിയിൽ പറയാ? നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു? പങ്കെ. പങ്കേക്ക് നീച്ച് സോത്താത്ത. എന്തിന്റെ താഴെ കിടന്ന് ഉറങ്ങുന്നത്? നമ്മുടെ ടോമി എന്തിന്റെ താഴെ കിടന്ന് ഉറങ്ങുന്നത്? പങ്കെ എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഫാനിന്റെ ചോട്ടിൽ കിടന്നുറങ്ങാനാണ് ഇഷ്ടം അല്ലെ. പങ്കയ്ക്ക് നീച്ച് സോത്താത്ത. സോത്ത എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. ഓക്കെ, നമ്മള് അടുത്തത് നമ്മുടെ എന്താണ്? പപ്പി എന്ത് വെച്ചിട്ടാ കളിക്കുന്നത്? പില്ല എന്ത് വെച്ച് കളിക്കുന്നത്? ബോൾ വെച്ച് കളിക്കുകയാണ്. ഇവിടെ ചോദ്യം എന്താ? കിസ്കെ സാത്ത് ഗേൽത്താത്ത. അപ്പൊ നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. ഗാന അല്ലെങ്കിൽ ഗാത്ത എന്നൊക്കെ പറയുന്നത് കഴിക്കുന്നതിന് പറയുന്നതാണ് കേട്ടോ. ഭക്ഷണം കഴിക്കുന്നതിനെയാണ് ഗാന ഗാത്ത എന്നൊക്കെ പറയാ. എന്താണ് അതുപോലെ സോത്ത എന്ന് വെച്ചാൽ ഉറങ്ങുക. ഇതിനെയാണ് സോത്ത അല്ലെങ്കിൽ സോന എന്നൊക്കെ പറഞ്ഞാൽ ഉറങ്ങുക. ഗേൽത്ത എന്ന് പറഞ്ഞാൽ എന്താ? കളിക്കുക എന്നാണ്. ഓക്കെ, കളിക്കുന്നതിനെയാണ് ഗേൽത്ത പറയുക. അപ്പൊ ഇവിടെ ചോദ്യം കിസ്കെ സാത്ത്, എന്തുകൊണ്ട് എന്നല്ല ചോദ്യം. കിസ്കെ സാത്ത് ഗേൽത്താത്ത എന്ന് വെച്ചാല് ആരുടെ കൂടെയാണ് കളിക്കുക എന്നാണ് ചോദ്യം. ആരുടെ? കിസ്കെ സാത്ത്, ആരുടെ കൂടെയാണ് കളിക്കുന്നത്? ആരുടെ കൂടെ കളിക്കുക? നീതു കെ സാത്ത് ഗേൽത്താത്ത. നമ്മുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. നമ്മുടെ എന്താണ് ടോമിക്ക് ആരുടെ കൂടെ കളിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആരുടെ കൂടെ കളിക്കാനാ? നീതുവിന്റെ കൂടെ കളിക്കാനാണ് അല്ലെ. നീതു കെ സാത്ത് ഗേൽത്താത്ത. ഓക്കെ, നെക്സ്റ്റ് ഇൻകി മത്സ്യ കവിതാമേ പന്തിയും ചോടി. അതായത് നമ്മൾ കഴിഞ്ഞ ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ എന്ത് മനസ്സിലായി? എന്തൊക്കെയാണ് പിള്ളയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ പപ്പിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചില്ലേ? ഇനി നമ്മളിപ്പോ പഠിച്ച കവിത, നമ്മുടെ പില്ല എന്നുള്ള കവിതയിൽ തുടർച്ചയായിട്ട് കുറച്ച് വരികൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്, അതായത് നമ്മളിപ്പോൾ എഴുതിയ 3 സെന്റൻസുകൾ ഉൾപ്പെടുത്തിയിട്ട് വരികൾ എഴുതാനാണ് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ആ വരികൾ തന്നെ എഴുതുക. അതായത് എന്തൊക്കെയാണ് അവന് ഇഷ്ടം എന്നുള്ളത്, നമ്മുടെ ടോമിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ചായക്ക് സാത്ത് ബിസ്കുട്ട് ഗാന ബഹുത്ത് പസന്ത് താ, പങ്കേക്ക്
नीचे सोता था, नीदू के साथ खेलता था. Okay, next activity. പരിചിത് ശബ്ദവും പർ ഗോല ലഗായേ. അതായത് നമ്മളിവിടെ ഒരു 5 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 5 വരികളിൽ നമുക്ക് ചില വാക്കുകൾ പരിചയമായ വാക്കുകൾ ഉണ്ടാവില്ല. അതായത് നമ്മൾ ടോമി ഓർമ്മയും അതുപോലെ നമ്മളിപ്പോൾ പഠിച്ച പില്ല എന്നുള്ള ചാപ്റ്ററുമൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറേ വാക്കുകൾ പുതിയ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാഠത്തിൽ ഈ വരികളിൽ ചില വാക്കുകൾ നമ്മൾ ഓൾറെഡി പഠിച്ച വാക്കുകളാണ്. അതായത് ആ പാഠങ്ങളിലുള്ള വാക്കുകളാണ്. നമ്മുടെ ടോമി ഓർമ്മ എന്നുള്ള പാഠത്തിലൊക്കെയുള്ള വാക്കുകളാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് വട്ടം വരയ്ക്കുക. ഗോല ലഗായ എന്ന് വെച്ചാൽ വട്ടം വരയ്ക്കുക. ആ വാക്കുകൾക്ക് ചുറ്റും വട്ടം വരയ്ക്കാനാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ വരി നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. രാത് കാ സമയ താ, നീതു കെ ഹാത്ത് മേ കിതാബ് തീ, നീതു ഘർ കെ ബാഹർ തീ, അമ്മ ചായ ലേക്കർ ആയി, നീതു ഖുഷ് ഹുയി. നോക്കൂ എന്താ പറഞ്ഞ, രാത് കാ സമയ താ, സമയം രാത്രിയാണ്. നീതു കെ ഹാത്ത് മേ കിതാബ് തീ, നീതുവിന്റെ കയ്യിൽ പുസ്തകമാണ്. അവൾ എന്താ ചെയ്യുന്നത് നോക്കൂ, നീതു എന്താ ചെയ്യുന്നത്, വായിക്കുകയാണ് അല്ലെ. അവളുടെ കയ്യിൽ എന്താ ഉള്ളത്, പുസ്തകമാണ്. കിതാബ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിരുന്നു, ടോമി ഓർമ്മ പല പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. കിതാബ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം പറഞ്ഞത്, പുസ്തകം, ബുക്ക്. നീതു ഘർ കെ ബാഹർ തീ, നീതു വീടിന്റെ പുറത്താണ് അവൾ ഇരിക്കുന്നത് കേട്ടോ. ബാഹർ എന്ന് വെച്ചാൽ പുറത്ത്, ഔട്ട്സൈഡ്. അമ്മ ചായ ലേക്കറായി, അമ്മ ചായ കൊണ്ടുവന്നു. കണ്ടോ, അമ്മ ഗ്ലാസ്സിൽ നല്ല ചൂട് ചായ കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലെ, ചായ കൊണ്ടുവന്നു. നീതു ഖുഷ്. അപ്പൊ ചായ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. നീതുവിന് സന്തോഷം, ഖുഷ് എന്ന് വെച്ചാൽ ഹാപ്പി, സന്തോഷമായി. ഇനി നമുക്ക് നോക്കാം നമ്മൾ ഏതൊക്കെയാണ് പഠിച്ച വാക്കുകൾ നോക്കാം അല്ലെ. രാത് കാ സമയ താ, രാത് എന്നുള്ള വാക്ക് നിങ്ങൾ ടോമി ഓർമ്മ എന്ന പാഠത്തിൽ പഠിച്ചതല്ലേ. രാത് എന്നുള്ളത്, രാത് എന്ന് വെച്ചാൽ എന്താ, രാത്രി, നൈറ്റ് അല്ലെ. നീതു കെ ഹാത്ത് മേ കിതാബ് എന്നുള്ള വാക്ക് നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ പാഠത്തിലെ. കിതാബ്, അപ്പൊ എന്ത് ചെയ്യാ, വട്ടം വരയ്ക്കുക, സർക്കിൾ ചെയ്യുക. നീതു ഘർ കെ ബാഹർ തീ, നീതു വീടിന്റെ പുറത്താണ്, ബാഹർ. അമ്മ ചായ ലേക്കർ ആയി, ചായ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ചായക്ക് സാത്ത് നമ്മുടെ എന്താണ് ടോമിക്ക് ഇഷ്ടമുള്ളത് എന്താ കഴിക്കാൻ, ചായക്ക് സാത്ത് ബിസ്കുറ്റ് ഖാന ബഹുത്ത് പസന്ത് താ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ചായ്. നീതു ഖുഷ് ഹുയി, ഖുഷ്. അപ്പൊ ഈ 5 വാക്കുകളും നമ്മൾ എന്ത് ചെയ്തിട്ട് ടോമി ഓർമ്മ എന്നുള്ള പാഠത്തിൽ ഓൾറെഡി പഠിച്ച വാക്കുകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഇത് സർക്കിൾ ചെയ്ത ശേഷം ആ വാക്കുകൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. പരിചിത ശബ്ദമില്ലേ, ഈ നമുക്ക് പരിചിതമായിട്ടുള്ള ഈ വാക്കുകൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്, രാത്, കിതാബ്, ബാഹർ, ചായ്, ഖുഷ്. ഓക്കെ, ഈ വാക്കുകൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. നെക്സ്റ്റ് പടേ ഓ സംചി, അതായത് ഇവിടെ നമ്മുടെ നമ്മുടെ പില്ലയുടെ 3 ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ധാരാള പട്ടിക്കുഞ്ഞ് അല്ലെ, എന്ന് വെച്ചാൽ നമ്മൾ പപ്പി, ഇംഗ്ലീഷ് നമ്മൾ പപ്പി എന്ന് പറയും, ഹിന്ദിയിൽ നമ്മൾ എന്താ പറയാ, പില്ല. ഓക്കെ, നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് പില്ല. അപ്പൊ നമ്മുടെ ഈ പില്ലയുടെ പേര് നമ്മുടെ ടോമി ഓർമ്മ എന്ന പാഠത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നത് ടോമിയാണ് അല്ലെ. ഈ പട്ടിക്കുഞ്ഞിന്റെ പേര് ടോമിയാണ്. അപ്പൊ ഇവിടെ പട്ടിക്കുഞ്ഞ് അല്ലെങ്കിൽ പപ്പീനെ നമ്മൾ ഹിന്ദി പറയുന്നത് പില്ല എന്നാണ് പറയുക. അപ്പൊ ഇവിടെ നോക്കൂ, എന്താണ് ഈ പട്ടിക്കുഞ്ഞ് ഇവിടെ, ഈ പില്ല എന്താ ഇവിടെ ചെയ്യുന്നത്, ചിത്രം നോക്കിയിട്ട് പറയാം, ഉറങ്ങുകയാണ്. ഉറങ്ങുക എന്നുള്ളത് എന്താ ഹിന്ദി പറയാ, സോത്താ ഹേ, ഉറങ്ങുന്നു, സോത്താ. ഓക്കെ, സോത്താ ഹേ. പില്ല എന്താണ് ഇവിടെ ചെയ്യുന്നത്, പില്ല എന്ത് ചെയ്യുന്നു, സോത്താ ഹേ അല്ലെ, ഇതാ ഉറങ്ങുകയാണ്. പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുകയാണ് അല്ലെ. കഴിക്കുന്നതിന് ഹിന്ദിയിൽ എന്ന് പറയും ഗാത്താ ഹേ, എന്താ ചെയ്യുന്നത്, ഗാത്താ ഹേ. ഉറങ്ങുന്നതിന് സോത്താ ഹേ, കഴിക്കുകയാണെങ്കിൽ ഗാത്താ ഹേ, കളിക്കുന്നതാണെങ്കിൽ എന്താ, ഗേൽത്താ ഹേ. എന്താണ്, ഗേൽത്താ ഹേ. അപ്പൊ ഈ 3 വാക്കുകൾ പഠിക്കാനുള്ള ഒരു ഭാഗമാണിത്. ഉറങ്ങുന്നതിന് സ്ലീപ്പ് നമ്മൾ സോത്താ ഹേ എന്ന് പറഞ്ഞു, കഴിക്കുകയാണെങ്കിൽ ഗാത്ത, കളിക്കുന്നത് പ്ലേ ചെയ്യുന്നത് ഗേൽത്താ ഹേ. ആരാണ് ഇതെല്ലാം ചെയ്യുന്നത്, പില്ല എന്ന് വെച്ചാൽ ആരാ, പപ്പി അല്ലെങ്കിൽ പട്ടിക്കുഞ്ഞ്. അപ്പൊ ഈ ചിത്രം നോക്കിയിട്ട് നമ്മളിപ്പോ 3 വാക്കുകൾ പഠിച്ചില്ലേ, ഗേൽത്ത എന്താ, ഗാത്ത എന്താ, സോത്ത എന്താന്ന് പഠിച്ചില്ലേ. ഇനി ഇതിൽ എന്താണ് ഇവിടെ ഈ പില്ല എന്താ ചെയ്യുന്നതെന്നാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. പില്ല എന്താ ചെയ്യുന്നത് ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ, പില്ല എന്താ ചെയ്യുന്നത്, ഗേൽത്തയാണോ, ഗേൽത്ത എന്ന് വെച്ചാൽ കളിക്കുക, പ്ലേ ചെയ്യാണോ, അല്ല, ഗേൽത്തി അല്ല അല്ലെ, ഗേൽത്തി അല്ല. സോത്തയാണോ, സോത്ത വെച്ചാൽ ഉറങ്ങുകയാണോ, പില്ല സോത്ത ഹേ ആണോ, അല്ല, സോത്ത അല്ല. അപ്പൊ എന്താ കഴിക്കുകയാണ് എന്ന് വെച്ചാൽ ഗാത്ത എന്ന് വെച്ചാൽ കഴിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം, ഇവിടെയാണ് ആൻസർ എഴുതേണ്ടത്. ഇവിടെ എന്ത് എഴുതണം, പില്ല ഗാത്ത ഹേ, പില്ല കഴിക്കുന്നു. അപ്പൊ ഗാത്തയാണ് ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ ഫസ്റ്റ് ഇക്കായി എക്കിലെ 3 പാഠങ്ങളുടെ ക്ലാസ്സുകളും കഴിഞ്ഞിരിക്കുകയാണ്. മറ്റു 2 ചാപ്റ്റേഴ്സിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കണം. എല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്